അച്ഛൻ ഓൾറെഡി രക്ഷപ്പെട്ടായിരുന്നു. ഈ അമ്മ മണ്ണിലേക്ക് പോകുന്ന കണ്ടിട്ട് അടുത്ത വീട്ടിലേക്ക് പോയി അച്ഛൻ ആളെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കൂടുതൽ വെള്ളപ്പാച്ചിൽ വന്ന് അമ്മയെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ വീട് പൂർണ്ണമായി നശിച്ചുപോയി. വീട് പൂർണ്ണമായിട്ട് നശിച്ചു. ഇവിടെ എപ്പോൾ എത്തി? ഇവിടെ വെളുപ്പിന് 3 മണിക്ക് എത്തി. രക്ഷാപ്രവർത്തനത്തിൽ സാധിക്കുന്ന പോലെ ചെയ്തു. പക്ഷേ രാത്രി ആയതുകൊണ്ട് ആ മൂവ്മെൻറ്റ് നടന്നില്ല. വെളുപ്പിനോട് കൂടിയിട്ടാണ് NDRF എല്ലാവരും വന്നത്. NDRF വന്ന് സജീവമായ കാര്യം ചെയ്തു. അരമണിക്കൂറിൽ തന്നെ ബോഡി കിട്ടി. പിന്നെ ഫയർഫോഴ്സും പോലീസും രാത്രി തന്നെ വന്നിരുന്നു. പക്ഷേ ഈ വഴിയുടെ അസൗകര്യാവസ്ഥയും പ്രശ്നങ്ങൾ കാരണം അവർക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നേരം വെളുത്ത് 6 മണി കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത്. എല്ലാവരും സജീവമായിട്ട് ആ പ്രവർത്തനത്തിൽ നിന്ന് ഒരാളെ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. ഒരാൾ വീടിൻ്റെ അടിയിൽ ഒരു സ്ലാബ് ഇടിഞ്ഞാടി അതിൻ്റെ അടിയിലേക്ക് ഇയാൾ കിടന്നിരുന്നു. അപ്പോൾ അയാളെ രാത്രി തന്നെ രക്ഷപ്പെടുത്തി. അച്ഛൻ ഓൾറെഡി രക്ഷപ്പെട്ടായിരുന്നു. ഈ അമ്മ മണ്ണിലേക്ക് പോകുന്ന കണ്ടിട്ട് അടുത്ത വീട്ടിലേക്ക് പോയി അച്ഛൻ ആളെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും കൂടുതൽ വെള്ളപ്പാച്ചിൽ വന്ന് അമ്മയെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ വീട് പൂർണ്ണമായി നശിച്ചുപോയി. വീട് പൂർണ്ണമായിട്ട് നശിച്ചു. ഒരു 10% മാത്രം വീണ്ടും നിൽപ്പുണ്ട്. ഈ അച്ഛൻ എന്ന് പറയുന്ന രവി വീടിന് പുറത്തായിരുന്നു ഈ സമയത്ത്. എങ്ങനെയത്? വീട്ടിനുള്ളിൽ ഉറങ്ങുമായിരുന്നല്ലോ. ആ സമയത്ത് ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് എഴുന്നേറ്റ് അദ്ദേഹം. അതാണ് അതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. അതെ. നാട്ടുകാർ വിളിച്ചു വന്നപ്പോഴത്തേക്കാണ് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും. അതെ. നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നത്? ഞാൻ കൊടിയത്തൂർ താഴെ അറിഞ്ഞുകൊണ്ട് 3 മണിക്കൂടെ എത്തി.